നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റെങ്കിലും നമുക്ക് രാവിലെ ഫുഡ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും നമ്മുടെ മധുരക്കിഴങ്ങ് അതാവുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നലെ പഴഞ്ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചോറ് മീൻകറി ഇന്ന് തീരുകയാണ്. ഇന്നലത്തെ പഴഞ്ചോറും പിന്നെ മീൻകറിയും. ഞാൻ ഉരുട്ടുമ്പോ ശരിയാവുന്ന ശ്രുതി പോണത്. കാരണം എന്റെ കൈ വലിയ ഞാൻ ഒട്ടും വലിയ ഉരുളയാണ്. അപ്പൊ ശ്രുതിയുടെ വായില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ. പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഈ ഉള്ളം കയ്യില് ഭക്ഷണമാണ് ഇഷ്ടമല്ല. എനിക്ക് വിരലിൽ മാത്രം ഭക്ഷണമാണ് ഇഷ്ടമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉരുട്ടാൻ ഭയങ്കര മടിയാണ്. കേസ് കൊണ്ട് മാത്രമൊന്നുമില്ല, മമ്മിയൊക്കെ പണ്ട് തല്ലി ശീലിപ്പിച്ച ശീലമാണ് ശരിക്കും. വിരലിൽ മാത്രം ഭക്ഷണം ആവാൻ പാടുള്ളൂ, ഉള്ളം കയ്യിൽ ആവാൻ പാടില്ല എന്നുണ്ട്. അത് അങ്ങനെ ചെറുപ്പം ശീലിച്ച് അതൊരു ശീലമായി മാറിയതാണ്. മേത്തക്കായി കണ്ടോ ഗൈസ്, അത്ര ഉരുള ഞാൻ ആക്കാറുള്ളൂ. പക്ഷെ ശ്രുതിക്കൊന്നും പറ്റുന്നില്ല. ഇനിയും ചെറുതാക്കുമ്പോൾ നടക്കൂല തേങ്ങ. പിന്നെ ഗൈസ്, ഇന്ന് ഞായറാഴ്ച രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവ് വരുന്നുണ്ട്. ലിങ്ക് സ്റ്റോറിയിൽ താമസിച്ച് ആഡ് ചെയ്യാം. ഒരു 1/2 മണിക്കൂർ ആഡ് ചെയ്യാം. പിന്നെ എല്ലാവരും നമ്മളെ രണ്ടാളും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ മസ്റ്റായിട്ടൊന്ന് ശ്രുതിനോട് ഫോളോ ചെയ്യാം. എനിക്ക് എന്നെക്കാളും ശ്രുതിയേക്കാൾ എനിക്ക് ഇച്ചിരി ഫോളോസ് കൂടുതലായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രശ്നമാണ്, അടിയാണ്. ശ്രുതി എപ്പോഴും എൻ്റെ പെണക്കമാണ് അതിന്റെ പേര്. അപ്പൊ എല്ലാവരും ശ്രുതിനോട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ശ്രുതി പാവല്ലേ, എനിക്ക് ചോറൊക്കെ വാരി തന്നെ അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കിച്ചു വന്നിട്ടുണ്ടോ? കിച്ചുവിന് ശ്രുതി ബാക്കിയുണ്ടായ ചോറൊക്കെ എടുത്ത് കുഴച്ച് വെക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കഴിക്കട്ടെ, അവൻ പാവം. അവന് കുറേ ദിവസം മതിയൊക്കെ ഭക്ഷണം കിട്ടാറില്ല. നമ്മളെ ഇതിന്റെ ശ്രുതി ഈ പ്ലേറ്റ് പൊട്ടിപ്പോയി. അപ്പൊ ഇനി മുതൽ ഈ പ്ലേറ്റ് കിച്ചുവിനായിരിക്കും. കിച്ചുവിന് സ്വന്തമാണെന്ന് അവന് കൊടുക്കാം. എല്ലാരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിച്ചുവിന് ഫുഡ് പുറത്ത് വെച്ച് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. വീടിനകത്ത് വെച്ച് കൊടുക്കുന്നില്ല അല്ല ശ്രുതി? പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അവൻ ഇവിടെ ആയിരുന്നു കഴിച്ചോളും. അവൻ എങ്ങനെയാലും ഭക്ഷണം കിട്ടിയാൽ മതി. അവൻ ഹാപ്പിയാണ് ഇതിൽ തന്നെ. ശ്രുതി അവന് ഉരുട്ടി കൊടുക്കുകയാണ്. അവൻ ഉരുട്ടി വാരി കൊടുക്കാണ്. അവൻ അങ്ങനെ കഴിച്ചോളൂ ഇത് ശ്രുതി. അപ്പൊ തേങ്ങ ദേഷ്യം വരും. പിന്നെ തേങ്ങ ഒന്നും കൊടുക്കൂല. തേങ്ങ ഓടിച്ചു കളയും. പൊയ്ക്കോടെന്ന് വഹിക്കൊന്നു പറയും. അതാണ് ശ്രുതി. ചെറിയ സൈക്കോ ആണെങ്കിലും കുറച്ചൊക്കെ സ്നേഹമാണ്. അതാണ്. ഓ, ഞാൻ എന്തോന്ന് ഉപദ്രവിക്കണേ? വയ്യാതാകുമ്പോ അതേ തട്ടിപ്പോണല്ലേ? എന്നെ ഉപദ്രവിക്കുമ്പോൾ. അതെ.